കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദയും അശ്വിനിയും കൂടി ഭാസ്കരന്റെ വീട്ടിലേക്ക് പോവാൻ റെഡിയാവാണ്. ഇത് കണ്ടപ്പോൾ ലളിതക്ക് സഹിക്കാനാവുന്നില്ല. അവർക്ക് നല്ല പേടിയുണ്ട്. കാരണം സുനന്ദ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അശ്വിന് അവിടുത്തെ സത്യങ്ങളൊക്കെ മണത്തറിയുമോ എന്നൊരു പേടി. സുനന്ദയും സുഭാഷും തമ്മിലുള്ള ആ ഒരു പഴയ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിന്റെയും സുനന്ദയുടെയും ജീവിതത്തിൽ വിള്ളലുണ്ടാവുമെന്ന് ലളിതക്ക് ഉറപ്പായിരുന്നു. അതൊരു കാരണവശാലും സംഭവിക്കരുത് എന്ന് കരുതി ലളിത പരമാവധി തടഞ്ഞു നോക്കി. നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവേണ്ട സുനന്ദ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ സുനന്ദ ഒട്ടും തന്നെ വഴങ്ങുന്ന മട്ടില്ല. അവൾ നേരെ ഭീഷണി മുഴക്കി. ഇപ്പൊ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും അശ്വിനോട് വിളിച്ചു പറയും. കല്യാണത്തിന് ഞാൻ സുഭാഷേട്ടന്റെ വീട്ടിലേക്ക് പോയതും അവിടെ വെച്ച് അച്ഛനും അമ്മയും എന്റെ വന്ന് കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ എന്നെ അവിടെ നിന്നും പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നതും എല്ലാം ഞാൻ പറയും. ഞാനും സുഭാഷേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നതെല്ലാം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു പറയും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാമെന്ന്. അശ്വിൻ എന്നെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവത്തേയുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോൾ ലളിത ശരിക്കും അങ്ങ് അന്തിച്ചു പോയി. കാരണം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അശ്വിൻ കേൾക്കാതെയാണ് സുനന്ദ ഇതൊക്കെ പറയുന്നത്. പിന്നീട് അശ്വിൻ വന്നപ്പോൾ ലളിതയോട് ചോദിക്കുന്നത്, എന്താ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത് എന്ന്. വിരുന്നിന് വിളിച്ചതല്ലേ, തൊട്ടടുത്തല്ലേ, അച്ഛനും അമ്മയും കൂടെ വരാൻ പറയും. ഇത് കേട്ടപ്പോൾ ലളിത ഒരു വല്ലാത്ത പരിഭ്രമത്തോടെ തന്നെ അശ്വിനെ നോക്കുന്നുണ്ട്. അന്നേരം തനയൻ ഇടയിൽ കയറി പറഞ്ഞു, അയ്യോടാ മോനെ, ഞങ്ങളിവിടെ പണ്ടേ അത്ര ചേർച്ചയിലൊന്നല്ല. ലളിത കാക പിടിവള്ളിയായി വേഗം തന്നെ പറഞ്ഞു വിട്ടു. അതെ അതെ, തനിയേട്ടൻ പറഞ്ഞതാ ശരി. എന്റെ സഹോദരൻ തന്നെയാണ്, സുനന്ദയുടെ അമ്മാവനുമാണ്. പക്ഷേ ഞങ്ങളും അവരും തമ്മിൽ കുറച്ച് സ്വത്ത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിയ മിണ്ടത്തൊന്നുമില്ല. ഗംഗാധരനും അത് ശരിവെച്ചു. അതെ, ഞാൻ ഭാസ്കരന്റെ ചേട്ടൻ തന്നെയാണ്. പക്ഷേ സ്വത്തിന്റെ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മിണ്ടാറില്ല. പക്ഷേ സുനന്ദ അങ്ങനെയില്ല. അവൾ എപ്പോഴും അവിടെ കയറി ഇറങ്ങുന്നവളാണ്. അവിടെ 4 ആൺകുട്ടികളാ ഉള്ളത്. പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ സുനന്ദയെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സംശയം തോന്നാത്ത രീതിയിൽ വളരെ തന്ത്രപരമായിട്ടാണ് ലളിത കാര്യങ്ങളൊക്കെ അശ്വിനോട് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അത് കേട്ടപ്പോൾ അശ്വിൻ പറഞ്ഞു, ആണോ, അങ്ങനെയാണല്ലേ. എന്റെ വീട്ടിലുമുണ്ട് ഇങ്ങനെയുള്ള സ്വത്ത് തർക്കങ്ങളൊക്കെ. പക്ഷേ പഴയ മക്കളാ ഞങ്ങൾ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ സമയത്ത് തന്നെ സുനന്ദ ലളിതയെ നോക്കിയിട്ട് ഒരു മാരുതി ചോദിക്കുന്നുണ്ട്, എങ്കിൽ ശരിയമ്മേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന്. ലളിത മനസ്സില്ലാ മനസ്സോടുകൂടെ ശരി മോളെ എന്ന് പോയിട്ട് വാ എന്നൊക്കെ പറയും. അങ്ങനെ അശ്വിനെ വിളിച്ചുകൊണ്ട് സുനന്ദ നേരെ സുഭാഷിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ലളിതക്കും തനയനും ഗംഗാധരനൊക്കെ വല്ലാതെ നെഞ്ചരിപ്പായിരുന്നു. ലളിത പറയുന്നുണ്ട്, ദൈവമേ, ഈ പെണ്ണിനെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഒപ്പിച്ചു വെക്കുമെന്നൊക്കെ ആർക്കറിയാം. എങ്ങാനും സത്യങ്ങളെല്ലാം ആ ചെക്കൻ്റെ കാതിലെത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടെ എങ്ങ് ഇട്ടിട്ട് പോവും. നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ട് കല്യാണം നടത്തിയതൊക്കെ വെറുതെ ആയി പോവില്ലോ തനയേട്ടാ. തനയൻ പറയുന്നത്, അവൾ അവിടെ നിന്ന് പോയാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. പക്ഷേ ലളിതയ്ക്ക് പേടിയൊന്നും മാറിയില്ല. അവളുടെ സ്വഭാവം അറിയാലോ. ഇനി സുഭാഷിനെ മതി എന്നെങ്ങാനും അവൾക്ക് തോന്നുമോ? ഗംഗാധരൻ പറയുന്നുണ്ട്, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം ലളിത പറയുന്നുണ്ട്, ഗംഗേട്ടാ, ഇവിടെ വാശിയും വൈരാഗ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അവളുടെ അടുത്ത് തന്ത്രപരമായി തന്നെ നിൽക്കണം. അന്ന് അവളുടെ കാല് പിടിച്ചാണ് നമ്മൾ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. സുഭാഷേട്ടന്റെ ഒരു ദയുള്ളത് കൊണ്ട് മാത്രം. ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ലളിത സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ തന്നെ അവളെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്ക്, ഒന്നും സംഭവിക്കില്ല. ആ സമയത്തിന് സുഭാഷും നികേഷും ഹരീഷും എല്ലാവരും ഇങ്ങനെ വഴിയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേട്ടാ, അവർ വരില്ലേ എന്ന്. സുഭാഷ് പറയുന്നുണ്ട്, വരും, നല്ലൊരു വരവ് വരും. നികേഷ് പറയുന്നുണ്ട്, മിക്കവാറും അവർ വരില്ലായിരിക്കും. അപ്പോഴാണ് സുഭാഷ് ഒരു വിളി കേട്ടത്. ഫ്രണ്ടിൽ നിന്നല്ല, അടുക്കളപ്പുറത്ത് നിന്നാ വിളി കേട്ടത്. സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നു. വാ, കയറി വാ. അല്ല, നിങ്ങൾ എന്താ ഈ അടുക്കളപ്പുറം വഴി വരുന്നത്? സുനന്ദ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ഞാൻ എപ്പോഴും ഈ വഴിയല്ലേ വരാറുള്ളത് സുഭാഷേട്ടാ. അതുകൊണ്ടാ ആദ്യമായി ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരുന്നത് ശരിയല്ല എന്ന് കരുതി അവരെ മുൻവശം വഴി കയറാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുൻഭാഗത്തേക്ക് എത്തിയപ്പോൾ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിധി ഭാസ്കരനോട് പറഞ്ഞു, അച്ഛാ, അവരകത്തേക്ക് വിളിക്ക്. ഭാസ്കരൻ എന്തോ അനിഷ്ടത്തോടെ ഇങ്ങനെ ഇരിക്കാണ്. നിധി വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴേക്കും സുനന്ദ പറയുന്നുണ്ട്, അമ്മാവ, ഇതെന്റെ ഭർത്താവാണ് അശ്വിൻ. ഭാസ്കരൻ പറഞ്ഞിട്ട്, കയറി വാ മക്കളെ. അകത്തേക്ക് കയറിയപ്പോൾ സുനന്ദ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി. ഇത് അമ്മാവന്റെ മൂത്ത മോൻ സുഭാഷ്, ഇത് രണ്ടാമത്തെ മോൻ സുധീഷ്, പിന്നെ ഹരീഷ്, സുധീഷിന്റെ ഭാര്യ, പിന്നെ സുധീഷിന്റെ ഭാര്യ ഹരീഷ്, അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. സുധീഷിന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുനന്ദേ, ഇനി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അശ്വിൻ പറയുന്നുണ്ട്, കൊണ്ടുപോകണം. പാസ്പോർട്ടും വിസയൊക്കെ ശരിയാക്കണം. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഓ, അങ്ങനെയാണല്ലേ, ഇനി ദുബായ്ക്കാരിയാവാൻ പോകുകയല്ലേ സുനന്ദ എന്ന് നികേഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല, എന്നാ സുനന്ദ പോകുന്നത്?
നാളെ രാവിലെ അശ്വിന്റെ വീട്ടിലേക്ക് പോകുമെന്ന് അവൾ പറഞ്ഞു. ഈ സമയത്തിന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാനെടുക്കട്ടെ എന്ന്. അശ്വിന് സമ്മതിച്ചു. വിരുന്നിനായി അവർ പല വിഭവങ്ങളും തന്നെ ഒരുക്കി വെച്ചിരുന്നു. നിലത്ത് ഇലയിട്ട് എല്ലാം സെറ്റ് ചെയ്തു. അശ്വിൻ പറയുന്നുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന്. സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാമെന്ന് പറയും. ആ സമയത്ത് തന്നെ ഭാസ്കരൻ വന്ന് പറയുന്നുണ്ട്, എനിക്കും ഇവരുടെ കൂടെ ഇലയിട്ട് ഞാനും കഴിക്കാമെന്ന് പറയും. ഞാനില്ലാതെ എങ്ങനെയാണ് ഇവർക്ക് മാത്രം വിരുന്ന് കൊടുക്കുന്നത്? അങ്ങനെ അശ്വിനും സുനന്ദക്കും ഭാസ്കരനും നിധി സുഭാഷും കൂടി ചേർന്നുകൊണ്ട് തന്നെ വിളമ്പിക്കൊടുത്തു. അശ്വിൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, കുറെ വിഭവങ്ങളുണ്ടല്ലോ, നല്ല രുചിയുണ്ട്. സുനന്ദ പറഞ്ഞു, സുഭാഷേട്ടനുണ്ടാകുന്ന കറിക്ക് എപ്പോഴും നല്ല രുചിയായിരിക്കും. ഞാൻ ഇവിടെ ഇടക്കിടക്ക് വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. സംസാരത്തിനിടയിൽ ഭാസ്കരൻ ചോദിച്ചു, അല്ല മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അശ്വിൻ സുനന്ദയെ നോക്കി ചോദിച്ചു, നീ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ, വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന്? ഭാസ്കരൻ പെട്ടെന്ന് പറഞ്ഞു, അവൾ വരുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടൊന്നല്ലോ. അശ്വിൻ ഒരു സംശയം തോന്നി. അല്ലെന്നോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും ആകെ ടെൻഷനായി. നിധി ചാടിക്കേറി പറഞ്ഞു, അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത്, സുഭാഷേട്ടന്റെ കറികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ്. അശ്വിൻ അത് വിശ്വസിച്ചു. പിന്നീട് തന്റെ വീട്ടുകാരെക്കുറിച്ച് അവൻ പറഞ്ഞു. ഭാസ്കരൻ സാലറിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുധീഷ് തടയാൻ നോക്കിയെങ്കിലും അശ്വിൻ എല്ലാം തുറന്നു പറഞ്ഞു. തന്റെ ആഗ്രഹങ്ങളും വീട് പണിയുന്ന കാര്യങ്ങളും ഒക്കെ അവൻ സംസാരിച്ചു. സുധീഷിന് ശരിക്കും പേടിയായിരുന്നു, ഭാസ്കരൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയുമോ എന്ന് ചിന്തിച്ചിട്ട്. ഭാസ്കരൻ ചോദിച്ചു, അല്ല സുനന്ദേ, ഇങ്ങോട്ടേക്ക് വരാൻ നിന്റെ അമ്മ സമ്മതിച്ചോ? ബാക്കി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. സുനന്ദ സമർത്ഥമായി തന്നെ മറുപടി പറഞ്ഞു, അമ്മ സമ്മതിക്കില്ല എന്ന് അമ്മാവനറിയാലോ, പക്ഷേ അച്ഛനും അശ്വിനും അത് സമ്മതിച്ചു. പിന്നെ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അശ്വിൻ സുഭാഷിനോട് ചോദിച്ചു, എന്താ സുഭാഷേട്ടൻ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്ന്. ഭാസ്കരൻ പറഞ്ഞു, കുറെ ആലോചന വന്നതാണ്, ഒന്നും അങ്ങ് ശരിയായില്ല. നികേഷ് അത് തമാശയായും മാറ്റി. ഭക്ഷണമൊക്കെ കഴിച്ചു പോവാനായി ഇറങ്ങുമ്പോൾ സുനന്ദക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ആ സമയത്തന്നെ നിധി സുഭാഷിനോട് പറയുന്നുണ്ട്, അവർ ആദ്യമായി വിരുന്നിന് വരുന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കേണ്ടേ എന്ന്. കല്യാണത്തിന് നമ്മൾ ഒന്നും തന്നെ അവർക്ക് കൊടുത്തില്ലല്ലോ. എൻ്റെ ഒരു പുതിയ സാരി ഇരിക്കുന്നുണ്ട്, അത് ഞാൻ സുനന്ദക്ക് കൊടുക്കാം. സുധീഷ് അശ്വിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ചും ഉണ്ടായിരുന്നു. നിധി ആ ഒരു സമ്മാനം സുനന്ദക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുടുത്ത നിനക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന്. സുനന്ദയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞു വന്നു. അവൾ നിധിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, സുഭാഷേട്ടനെ നന്നായി നോക്കിക്കൊള്ളണം. സുധീഷ് അശ്വിന് വാച്ചു സമ്മാനിച്ചു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സുനന്ദ അശ്വിനെ വിളിച്ചു നിർത്തി. ഒരു മിനിറ്റ് അശ്വിൻ. അവൾ നേരെ ഭാസ്കരന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അമ്മാവൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. അവൾ കാലിൽ തൊട്ട് വന്നിക്കാൻ പോയപ്പോൾ ഭാസ്കരൻ അത് തടഞ്ഞു. അയാൾ നിലവിളിക്ക് കൊളുത്തി വെച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും അടുത്തു നിർത്തി അനുഗ്രഹിച്ചു. ഭാസ്കരന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ സുഭാഷിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണമെടുത്ത് അവർക്ക് കൊടുത്തു. സുനന്ദ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അമ്മാവന്റെ വകയായിട്ട് ഇത് വാങ്ങിക്കാൻ നിർബന്ധിച്ചു. സുനന്ദക്ക് അമ്മാവന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞു. ഭാസ്കരനും വല്ലാത്ത സന്തോഷം തോന്നി. ഇവൾക്ക് നല്ലൊരു ചെക്കനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അയാൾ മനസ്സിൽ കരുതി. അവരെ അനുഗ്രഹിച്ച് അങ്ങ് യാത്രയാക്കാണ്. അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയപ്പോൾ സുഭാഷിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. എങ്കിലും നല്ലൊരു മനുഷ്യനെയാണ് അവൾക്ക് കിട്ടിയത് എന്ന സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് സ്വന്തം വീട്ടിലേക്ക് എത്തിയ സുനന്ദ മുറിയിലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് കരയാണ്. അശ്വിൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവൾ ഒരു കള്ളം പറഞ്ഞു. നാളെ ഇവിടെ നിന്ന് പോകണമല്ലോ, ജനിച്ചു വളർന്ന വീടൊക്കെ മുറിയുമൊക്കെ വിട്ടു പോകുന്നതിന്റെ സങ്കടമാണ് എനിക്ക് എന്ന്. ഭാസ്കരന്റെ വീട്ടിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും സുനന്ദയെ വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിൽ അതെല്ലാം തന്നെ മായാന്ന് നിൽക്കുന്നുണ്ട്. അശ്വിൻ അതെല്ലാം എന്നെങ്കിലും തിരിച്ചറിയുമോ എന്ന പേടി ബാക്കിയാക്കി സുനന്ദ അവിടെ നിന്നും യാത്രയാവാണ്. അങ്ങനെ ആ രാത്രി സുനന്ദക്ക് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. ജനാൽക്കൽ വന്ന് നിലാവ് നോക്കി നിൽക്കുമ്പോൾ പഴയ സുഭാഷേട്ടനെ കൂടെയുള്ള നിമിഷങ്ങൾ ഒരു സിനിമാ കഥ പോലെ അവളുടെ മനസ്സിലിങ്ങനെ മിന്നിമറഞ്ഞു. അശ്വിൻ അരികിലേക്ക് വന്ന് പതുക്കെ തോളിൽ കൈവച്ചു. സുനന്ദേ, നീ ഇപ്പോഴും ആലോചിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കണോ? നിന്റെ നാട്, നിന്റെ കുടുംബം, അതൊക്കെ ഇനി അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ദുബായിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ അമ്മാവന്റെയും അച്ഛന്റെയും പിണക്കമൊക്കെ മാറും. നീ കണ്ടോ? അശ്വിന്റെ ആ ഒരു സ്നേഹം നിറഞ്ഞ വാക്കെല്ലാം കേട്ടപ്പോൾ സുനന്ദയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. സത്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു വന്നാൽ ഈ സ്നേഹം വെറുപ്പായി മാറുമോ എന്ന ചിന്ത അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോൾ യാത്രക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ലളിതയും തനയനും ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ലളിതയുടെ മുഖത്ത് ഇപ്പോഴും ഒരു പേടിയുണ്ട്. സുനന്ദ അശ്വിനോട് വല്ലതും വായ് തുറന്ന് പറഞ്ഞു പോയോ എന്നൊരു സംശയം. മോളെ, അവിടെ ചെന്നാ നീ ഉടനെ വിളിക്കണം. അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും സ്നേഹത്തോടെ തന്നെ പെരുമാറണം എന്നൊക്കെ ലളിത ഉപദേശിച്ചു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ സുനന്ദക്ക് സുഭാഷിനെ ഒന്ന് കാണണമെന്ന് തോന്നി. പക്ഷേ അത് അപകടമാണെന്ന് അവൾക്കറിയാമായിരുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കവലയിൽ ഇറങ്ങിയപ്പോൾ സുഭാഷ് തന്റെ പഴയ സൈക്കിളിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവൾ കണ്ടു. അശ്വിൻ വണ്ടി നിർത്തി കൈ വീശി കാണിച്ചു. സുഭാഷ് അരികിലേക്ക് വന്നു. പോവലെ സുഭാഷേട്ട, സുനന്ദ തൊണ്ടയിററിക്കൊണ്ട് പറഞ്ഞു. ആടാ, നന്നായിരിക്കണം അശ്വിൻ. ഇവള് വിശ്വസിച്ച് കൂടെ കൂട്ടിക്കോ, പാവമാ. സുഭാഷേട്ടന്റെ ആ വാക്കുകൾ ഒരു വലിയ ത്യാഗത്തിന്റെ കഥയുണ്ടായിരുന്നു.
അശ്വിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി യാത്ര തുടർന്നു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ദുബായിലെ തിരക്കുകൾക്കിടയിൽ സുനന്ദയുടെ മനസ്സ് നാട്ടിൽ തന്നെയായിരുന്നു. ഒരു ദിവസം അശ്വിന്റെ ഫോണിലേക്ക് നാട്ടിൽ നിന്നും ഒരു വീഡിയോ കോൾ വന്നു. അത് സുധീഷ് ആയിരുന്നു. അശ്വിൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു. നിധിയുടെ അകന്ന ബന്ധുവായ ഒരു പെൺകുട്ടിയാണ് പെണ്ണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ സുനന്ദയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീര് പൊഴിഞ്ഞു. സുഭാഷേട്ടൻ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലെ വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം അശ്വിനും സുനന്ദയും ഒരു കുഞ്ഞുമായി നാട്ടിലേക്ക് തിരിച്ചെത്തി. ആദ്യം പോയത് ഭാസ്കരന്റെ വീട്ടിലേക്കാണ്. അവിടെ ഇപ്പോ പഴയ പിണക്കങ്ങളൊന്നുമില്ല. ലളിതയും ഗംഗാധരനും ഭാസ്കരും എല്ലാം തന്നെ ഒരേ പന്തലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സുഭാഷ് തന്റെ ഭാര്യയോടൊപ്പം സുനന്ദയെ സ്വീകരിക്കാൻ ഉമ്മറത്ത് തന്നെ വന്നു നിന്നു. ആ കാഴ്ച കണ്ടപ്പോൾ സുനന്ദക്ക് തോന്നി, ചില സത്യങ്ങൾ മറച്ചു വെക്കുന്നത് ചിലപ്പോഴെങ്കിലും പലരുടെയും ജീവിതം തകരാതിരിക്കാൻ നല്ലതാണ് എന്ന്. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഉമ്മറത്തിരിക്കുമ്പോൾ പഴയ കയ്പുള്ള ഓർമ്മകൾ ആ കാറ്റിൽ എങ്ങോ മിന്നിമറഞ്ഞു. അശ്വിൻ കുഞ്ഞിനെ സുഭാഷേട്ടന്റെ കൈകളിലേക്ക് കൊടുത്തു. സുഭാഷ് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ സുനന്ദയുടെ മനസ്സ് മന്ത്രിച്ചു, ഇതാണ് ശരിക്കുമുള്ള വിരുന്ന്, സ്നേഹത്തിന്റെ വിരുന്ന്. അങ്ങനെ ആ കുടുംബങ്ങൾക്കിടയിലെ മഞ്ഞിരുകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.